നമസ്കാരം, ഞാൻ ശാലിനി. സ്പോട്ട്ലൈറ്റ് തുടങ്ങിട്ടോ. അതെ, സാധാരണ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ഞാനൊരു ചോദ്യങ്ങൾ ചോദിക്കും. ആരാണോ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ആള് തിരിച്ചുത്തരം പറയാ, അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്നിപ്പോ ഗസ്റ്റ് ഞാൻ ചോദിക്കാതെ തന്നെ പല പല മറുപടികളും പറയാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുന്ന ആളാ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറുപടിയുടെ സംവിധായകൻ VM വിനു. വെൽക്കം ടു മൈ ഷോ. നമസ്കാരം. എന്താ ഇത്രയും വലിയൊരു ഗ്യാപ്പ്, 4-5 വർഷത്തെ ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഗ്യാപ്പായിട്ട് തോന്നിയില്ല. ഇതിൽ വന്നിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ചില സിനിമകൾ നമ്മൾ പ്ലാൻ ചെയ്യും, അത് നടക്കാതെ പോകും. നമ്മൾ അത്രയും വർക്ക് ചെയ്ത ടൈമെല്ലാം പോയി പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പുകൾ നമ്മൾ കുടുംബത്തിന്റെ ഒരുമിച്ചിരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട്, അതാണ് ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. അതിനിടയ്ക്ക് യാത്രകൾ, പിന്നെ വായന, സിനിമ കാണൽ. ഞാൻ ഗ്യാപ്പ് അറിഞ്ഞില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര വർഷം എടുത്തെന്ന് തോന്നുന്നു. ഇത്രയും വർഷം ഞാൻ വെറുതെ ഇരുന്നു. 2012 തൊട്ട് 13, 14, 15, 16 4 വർഷേ. അതെ, അത് എനിക്ക് തോന്നിയില്ല. 4 ദിവസമായിട്ട് അങ്ങ് പോയല്ലേ? അങ്ങ് പോയി. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഈ സമയവും കാലങ്ങളും പോകുന്ന അറിയില്ല. ഇനി ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ. ഫേസ് ടു ഫേസ് 2012 ഇറങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് 2016 മറുപടിയായിട്ട് വന്നു. എന്താ ഇപ്പൊ ഒരു മറുപടിയായിട്ട് വരാൻ കാര്യം? മറുപടിയായിട്ട് വരാൻ കാര്യം നല്ല മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു വിഷയമാണെന്ന് തോന്നിയപ്പോൾ അതങ്ങ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നമ്മുടെ കാലങ്ങളായിട്ട് പല കാര്യങ്ങൾ പത്രങ്ങളിലും എല്ലാ മീഡിയസിലും കാണുന്ന കള്ളപ്പണം, അഴിമതി എന്ന് പറയുന്നുണ്ടല്ലോ. അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് സ്ത്രീക്ക് വേണ്ടിയ ഒരു സുരക്ഷ എന്ന് പറയുന്നത്. അതിപ്പോഴും സ്ത്രീകൾക്കില്ല എന്നുള്ളതാണ്. വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ എങ്ങനെ പ്രതികരിക്കണം. ആ കാത്തിരിപ്പിന് അതിന്റെ ചിന്തകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു കഥ. ജുലൈന അഷ്റഫ് എന്ന് പറഞ്ഞ കഥാകൃത്ത് എൻ്റെ അടുത്ത്, പ്രൊഡ്യൂസറുടെ വൈഫ് തന്നെയാണ്, എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയും. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, മറുപടി ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും മറുപടി. അത് സിനിമ പോലത്തെ ശക്തമായ മീഡിയ വെറുതെ തമാശക്കളിയും വെറുതെ ഒരു അർത്ഥമില്ലാത്ത സിനിമകളും ചെയ്തതിൽ കാര്യമില്ല. കുറച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് ചില പ്രതിഷേധങ്ങളും നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു മീഡിയ കൂടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ മറുപടി കൊടുത്തിട്ടുള്ള കാര്യം. അങ്ങനെ ഞാൻ ഇറങ്ങിയത്. ജുലിയാന ഒരു വീട്ടമ്മയല്ലേ? വീട്ടമ്മയാണ്. വീട്ടമ്മ ആദ്യമായിട്ട് എഴുതുന്ന കഥയാണോ? ആദ്യമായിട്ട് എഴുതുന്ന കഥയാണ്. ഇത് കൊണ്ടുവന്നപ്പോ തന്നെ ഇതിന് മറുപടി പേരിട്ടിട്ട് തന്നെയാണോ കൊണ്ടുവന്നത്? അല്ല ശാലിനി, അങ്ങനെയൊക്കെ ഉണ്ടാവുക. കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ സാധാരണ ജനിച്ച് പ്രായപൂർത്തിയായ ശേഷം ആരും പേരിടില്ലല്ലോ. അതല്ലേ, അപ്പോ ജനിച്ചു കഴിഞ്ഞു ഒരു ഏകദേശം കുഴപ്പമില്ല, കുട്ടി ആരോഗ്യമൊക്കെ ഉണ്ട്, ഇനി ഇവനൊരു പേരിടാം എന്ന് വിചാരിച്ച് അങ്ങനെ പേരിട്ടാണ്. എന്നോട് പലരും ചോദിച്ചു, ഈ പേരെന്താ ഞങ്ങൾക്ക് എപ്പോഴും ലൈഫിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന മറുപടി. ഇങ്ങനെ ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തേ ഇത് പണ്ടേ ഇട്ടില്ല ഈ പേര്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രേമം, പ്രണയം എന്നൊക്കെ. അതെ അതെ, ഈ പ്രോഗ്രാം തന്നെ ശാലിനോട് മറുപടി പറയാൻ വേണ്ടി മാത്രമല്ലേ ഞങ്ങൾ വന്നത്. ഇങ്ങനെ ഒരു തിരക്കഥ കൊണ്ടത് ആദ്യം സ്ട്രൈക്ക് ചെയ്തെന്താ? എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ഒരു വളരെ ഇന്നോസെന്റ് ആയിരിക്കുന്ന ഒരു ഫാമിലി ഒരു അന്യ നാട്ടിൽ പോയിട്ട്, ഒരു നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിചാരിതമായിട്ട് ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിലാകപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു അതെനിക്ക് വല്ലാതെ, കാരണം ഞാൻ പല ഷൂട്ടിങ്ങിന് ബന്ധപ്പെട്ട് ജയിലിലോ പോയിട്ടുണ്ട്. വേഷം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതൊക്കെ ജയിലിന്റെ സീക്വൻസ് ആണ്. അപ്പോഴേക്കും അവിടെ പലരേറ്റം എനിക്ക് അടുക്കാനും, പിന്നെ അതല്ല സിനിമ അല്ലാത്ത സമയങ്ങളിൽ ഞാൻ കോഴിക്കോട് ജയിലിലൊക്കെ, കണ്ണൂർ ജയിലിലൊക്കെ അവിടെയുള്ള ഓഫീസേഴ്സിന്റെ കാരണം ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത് എനിക്ക് തോന്നി ഇത്ര ശക്തമായ വിഷയം അതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയാലൊരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സബ്ജക്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ തീരുമാനിച്ചത്. അതെ, ഒരു സിനിമ എടുത്ത് നമ്മളിപ്പോ കാണുന്ന രൂപത്തിൽ ഈ തിയേറ്ററിൽ എത്തിക്കാൻ പറഞ്ഞ ചില്ലറ പരിപാടിയൊന്നുമല്ല. ആ ഒരു ഉത്തരവാദിത്തം പേറി നടക്കുന്ന ടൈറ്റിലാണ് ഡയറക്ടർ. അങ്ങനെ ഒരു ഡയറക്ടറാണ് ഇന്നിപ്പോ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ്, ഡയറക്ടർ VM വിനു. ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. അപ്പോഴേ ഈ സിനിമയെ കുറിച്ച് ആകെ മൊത്തം ടോട്ടൽ ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷമാണോ കാസ്റ്റ് ഒക്കെ ഇന്ന ആൾക്കാരൊക്കെ മതി എന്നൊക്കെ തീരുമാനിച്ചത്? സത്യത്തിൽ കഥ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ടക്കാന്ന് കയറി വരും. ഈ റോള് ഇയാൾ ചെയ്ത നന്നായിരിക്കും, ഇത് ബാമ ചെയ്ത നന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ആൾ ചെയ്താൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് തോന്നും. പിന്നെ കഥ വികസിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ സീനൊക്കെ വർക്കൗട്ട് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് കുറച്ചുകൂടി ഈ ക്യാരക്ടർ വലുതായല്ലോ, നമ്മൾ മറ്റേ ആൾ ചിന്തിച്ചാൽ മാറിക്കൊണ്ടിരിക്കും. സീനോട്ട് കംപ്ലീറ്റ് ആയപ്പോഴാണ് നമ്മൾ കാസ്റ്റിംഗിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതിന് മുന്നേ എന്നാലും തിരക്കഥ വായിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന കൂട്ടത്തില് റഹ്മാനെ കൂടാണ്ട് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബേബി ആയിട്ട്? ശാലിനി വേണ്ടാത്ത അങ്ങനെ നോക്കുന്നത് സൽമാൻ ഖാൻ വന്നിട്ടുണ്ടോ, ഷാറുഖ് ഖാൻ വന്നിട്ടുണ്ടോ, അതല്ല. അങ്ങനെ നമ്മൾ പലരും വരില്ലേ മനസ്സിൽ പറയാൻ. 2-3 ആൾക്കാരുടെ മുഖമൊക്കെ എന്റെ മനസ്സിൽ വന്നിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടിയത് ഒരു ടീനേജ് ആ ലെവലിൽ ഒരു റൊമാൻറ്റിക് ആയിരിക്കുന്ന ഒരു ഹീറോ. ഒരു ഘട്ടത്തിൽ അങ്ങനെ 2-3 ഘട്ടങ്ങൾ കടന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ്. പിന്നെ ഒരു കുട്ടിയുടെ 13 വയസ്സ് 14 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അച്ഛനാവണം, പിന്നെ ഒരു ആക്ഷൻ ചെയ്യണം, സെന്റിമെന്റ്സ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് റഹ്മാന്റെ ചില തമിഴ് മൂവീസ് ഞാൻ അടുത്ത കാലത്തൊക്കെ കണ്ടിരുന്നത്. നന്നായി പെർഫോം ചെയ്യും. അപ്പൊ എന്റെ മനസ്സിൽ റഹ്മാൻ, സത്യത്തിൽ ഞാൻ ഇതിന്റെ റിയൽ ഫാക്ട് പറയുകയാണെങ്കിൽ ഈ കഥ വന്ന് ജുലൈനെ പറഞ്ഞോടെ ഞാൻ ചോദിച്ചു ആരാണ് മനസ്സിൽ, അവർ എടുത്ത വഴിക്ക് പറഞ്ഞത് റഹ്മാൻ എന്നാണ്.
അപ്പൊ ഞാനൊന്ന് നിശബ്ദനായി നോക്കാം എന്ന്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ കറക്റ്റ് റഹ്മാൻ. പിന്നെ ഇവിടെ പലർക്കും 14 വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു വലിയ പ്രശ്നമല്ല പലർക്കും. പിന്നെ പേടിയാ ജീവിതത്തിൽ അച്ഛനാവാത്ത വലിയ. ഇതിനു മുന്നേ ഓരോ നായകന്മാരുടെ അടുത്തൊക്കെ ചെന്ന് പറയുമ്പോ കുട്ടിയുടെ അച്ഛനാവണമെന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ പടം. കൂടുതൽ മമ്മൂക്ക എന്റെ അടുത്ത് അങ്ങനെ അച്ഛനാവാൻ പറ്റില്ല എന്നോട് പറഞ്ഞില്ല. മമ്മൂക്ക ലാലേട്ടനും വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അങ്ങനത്തെ കഥകൾ എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ മനസ്സിൽ വിചാരിക്കണം, എനിക്കറിയാം അബദ്ധമായല്ലോ പറഞ്ഞതെന്നല്ലേ. അങ്ങനെ ശാലിനി വേറെ പ്രശ്നം ഇനിയും സിനിമകൾ ചെയ്യാനുള്ളതാ. പാരയ്ക്ക് വേണ്ടി വന്നല്ല ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യോ അല്ല പറയാ. ഇതൊക്കെ ഇവര് കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതെല്ലാം കേൾക്കാം. എന്നാ അവനോ എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് ഒരു താങ്ങാൻ നോക്കുമ്പോൾ ഇനി മേലെല്ലാം വിളിച്ച ഫോൺ പോലും എടുക്കണ്ട അല്ലേ പറയും. ശരി, അപ്പൊ ഒരു ഫാമിലി മാനോ വേണ്ടാണോ? അങ്ങനെ ഫാമിലി ചിത്രങ്ങൾ മാത്രം എടുക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചേക്കണേ. ഫാമിലി ഇല്ലാതൊരു കഥ പറയാൻ പറ്റുമോ നമുക്ക്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒക്കെയോ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു യാത്ര പോയാലോ സിനിമയില്. ന്യൂ ജനറേഷൻ ഇതിലുള്ള ഗ്രൂപ്പുള്ള ഡയറക്ടേഴ്സിന്റെ നല്ല തീമുകളും നല്ല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര പ്രതീക്ഷയുള്ള ഡയറക്ടേഴ്സ് ആ ഗ്രൂപ്പിലുണ്ട്. പിന്നെ ഒന്നറിയാണ്ട് ഒരു സിനിമേന്റെ പിന്നിൽ ദൂരെ പോയി നിന്നിട്ട് പിറ്റേന്ന് സിനിമ ചെയ്യുന്ന ചില മണ്ടന്മാരുണ്ട്. ഈ സിനിമ അതല്ല ബഹുവചനല്ല പറഞ്ഞത്. ബഹുവചനം എനിക്ക് അങ്ങനെ എന്റെ മനസ്സിലായില്ല. അങ്ങനെ സിനിമകൾ ചെയ്യുന്നവരില്ലേ അവരെ പിന്നെ കാണാറില്ല. പക്ഷെ എന്നാൽ സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന കുറെ പുതിയ അവരുണ്ട്. ഇപ്പൊ 1-2 വീഡിയോ കല്യാണം കവർ ചെയ്തവൻ വന്നിട്ട് ഇവിടെ ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പൊ ആ സിനിമ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പുച്ഛം തോന്നും. അങ്ങനെ ഈ അടുത്ത് കണ്ടൊരു സിനിമ പറയൂ. പേര് പ്രത്യേകം ഞാൻ പറയുന്നത് ശാലിനി. ഞാൻ പറഞ്ഞു ശാലിനി കാര്യം തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് സിനിമയിനകത്ത് എന്നെ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇതാണ്ട ആ ഒരാളങ്ങ് നശിച്ചു പോകുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഇല്ലല്ല ശരി, സംഭവിച്ചു. കൊള്ളില്ലാത്ത സിനിമക്കാരെ പറയില്ല എന്ന് പറഞ്ഞു. എന്നാ കൊള്ളാവുന്ന ഒരു 2-3 ന്യൂ ജനറേഷൻ പറയൂ കേക്കട്ടെ. ഒരാളെ പറഞ്ഞ ഒരാളെ വിട്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. കാരണം മറ്റവൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. അതല്ല, പുതിയ കുറെ നല്ല ഹിറ്റുകൾ ചെയ്തിരിക്കുന്ന കുറെ ഡയറക്ടേഴ്സ്. ഈ അടുത്ത് കണ്ട നല്ലൊരു സിനിമ പറയൂ, മനസ്സിൽ തട്ടിയത്. അടുത്ത് തന്നെ എനിക്ക് മൊയ്തീൻ നന്നായി ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതൊരു കോഴിക്കോട്ടുകാരനായോണ്ടാണോ? അതുകൊണ്ടല്ല, അതിൽ പ്രണയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഈ പ്രിയദർശന്റെ സിനിമ ഒപ്പം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ചുരുക്കത്തിൽ ഒരു സെന്റിമെന്റ്സും പ്രണയവും ഒക്കെ ഉള്ള സിനിമകളാണ് കുറച്ചധികം ഇഷ്ടല്ലേ? അല്ല, അതിൽ ഹ്യൂമർ ഉണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു രസം ഉണ്ടാക്കണം. എന്താ ഇത്രയും വലിയൊരു ഗ്യാപ്പ്? 4-5 വർഷത്തെ ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത്? എനിക്ക് അങ്ങനെ ഗ്യാപ്പ് ആയിട്ട് തോന്നിയില്ല. ഇതിൽ വന്നിരിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ചില സിനിമകൾ നമ്മൾ പ്ലാൻ ചെയ്യും, അത് നടക്കാതെ പോകും. നമ്മൾ അത്രയും വർക്ക് ചെയ്ത ടൈമെല്ലാം പോയി പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പുകൾ നമ്മൾ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട്, അതാണ് ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. അതിനിടയ്ക്ക് യാത്രകൾ, പിന്നെ വായന, സിനിമ കാണൽ. ഞാൻ ഗ്യാപ്പ് അറിഞ്ഞില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര വർഷം എടുത്തെന്ന് തോന്നുന്നു. ഇത്രയും വർഷം ഞാൻ വെറുതെ ഇരുന്നു. 2012 തൊട്ട് 13, 14, 15, 16 4 വർഷേ. അതെ, അത് എനിക്ക് തോന്നിയില്ല. 4 ദിവസമായിട്ട് അങ്ങ് പോയല്ലേ? അങ്ങ് പോയി. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള, വളരെ എനർജറ്റിക് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പൊ നമുക്ക് ഈ സമയവും കാലങ്ങളും പോകുന്ന അറിയില്ല. ഇനി ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ. ഫേസ് ടു ഫേസ് 2012 ഇറങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് 2016 മറുപടിയായിട്ട് വന്നു. എന്താ ഇപ്പൊ ഒരു മറുപടിയായിട്ട് വരാൻ കാര്യം? മറുപടിയായിട്ട് വരാൻ കാര്യം നല്ല മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു വിഷയമാണെന്ന് തോന്നിയപ്പോൾ അതങ്ങ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നമ്മുടെ കാലങ്ങളായിട്ട് പല കാര്യങ്ങൾ പത്രങ്ങളിലും എല്ലാ മീഡിയസിലും കാണുന്ന കള്ളപ്പണം, അഴിമതി എന്ന് പറയുന്നുണ്ടല്ലോ. അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് സ്ത്രീക്ക് വേണ്ടിയൊരു സുരക്ഷ എന്ന് പറയുന്നത്. അതിപ്പോഴും സ്ത്രീകൾക്കില്ല എന്നുള്ളതാണ്. വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ എങ്ങനെ പ്രതികരിക്കണം. ആ കാത്തിരിപ്പിന് അതിന്റെ ചിന്തകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു കഥ. ജുലൈന അഷ്റഫ് എന്ന് പറഞ്ഞ കഥാകൃത്ത് എൻ്റെ അടുത്ത്, പ്രൊഡ്യൂസറുടെ വൈഫ് തന്നെയാണ്, എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയും. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറുപടി ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും മറുപടി. സിനിമ പോലത്തെ ശക്തമായ മീഡിയ വെറുതെ തമാശക്കളിയും വെറുതെ ഒരു അർത്ഥമില്ലാത്ത സിനിമകളും ചെയ്തതിൽ കാര്യമില്ല. കുറച്ചൊക്കെ അവയർനെസ് ഉണ്ടാക്കുന്നതും ചില പ്രതിഷേധങ്ങളും നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു മീഡിയ കൂടിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ മറുപടി കൊടുത്തിട്ടുള്ള കാര്യം. അങ്ങനെ ഞാൻ ഇറങ്ങിയത്. ജുലിയാന ഒരു വീട്ടമ്മയല്ലേ? വീട്ടമ്മയാണ്. വീട്ടമ്മ ആദ്യമായിട്ട് എഴുതുന്ന കഥയാണോ? ആദ്യമായിട്ട് എഴുതുന്ന കഥയാണ്. ഇത് കൊണ്ടുവന്നപ്പോ തന്നെ ഇതിന് മറുപടി പേരിട്ടിട്ട് തന്നെയാണോ കൊണ്ടുവന്നത്? അല്ല ശാലിനി, അങ്ങനെയൊക്കെ ഉണ്ടാവുക. കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ സാധാരണ ജനിച്ച് പ്രായപൂർത്തിയായ ശേഷം ആരും പേരിട്ടില്ലല്ലോ. അതല്ല, അപ്പോ ജനിച്ചു കഴിഞ്ഞു ഒരു ഏകദേശം കുഴപ്പമില്ല, കുട്ടി ആരോഗ്യമൊക്കെ ഉണ്ട്, ഇനി ഇവനൊരു പേരിടാം എന്ന് വിചാരിച്ച് അങ്ങനെ പേരിട്ടാണ്. എന്നോട് പലരും ചോദിച്ചു ഈ പേരെന്താ ഞങ്ങൾക്ക് എപ്പോഴും ലൈഫിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന മറുപടി. ഇങ്ങനെ ചില സിനിമകളുടെ പേര് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തേ ഇത് പണ്ടേ ഇട്ടില്ല ഈ പേര്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രേമം, പ്രണയം എന്നൊക്കെ. അതെ അതെ, ഈ പ്രോഗ്രാം തന്നെ ശാലിനിയോട് മറുപടി പറയാൻ വേണ്ടി മാത്രമല്ലേ ഞങ്ങൾ വന്നത്. ഇങ്ങനെ ഒരു തിരക്കഥ കൊണ്ടത് ആദ്യം സ്ട്രൈക്ക് ചെയ്തെന്താ? അപ്പൊ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ഒരു വളരെ ഇന്നോസെന്റ് ആയിരിക്കുന്ന ഒരു ഫാമിലി ഒരു അന്യ നാട്ടിൽ പോയിട്ട്, ഒരു നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവിചാരിതമായിട്ട് ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിലാക്കപ്പെട്ടു പോവുക എന്ന് പറയുന്ന
പറയുന്നൊരു അതെനിക്ക് വല്ലാതെ, കാരണം ഞാൻ പല ഷൂട്ടിങ്ങിന് ബന്ധപ്പെട്ട് ജയിലിലോ പോയിട്ടുണ്ട്. വേഷം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതൊക്കെ ജയിലിന്റെ സീക്വൻസ് ആണ്. അപ്പോഴൊക്കെ അവിടെ പലരേറ്റം എനിക്ക് അടുക്കാനും, പിന്നെ അതല്ല സിനിമ അല്ലാത്ത സമയങ്ങളിൽ ഞാൻ കോഴിക്കോട് ജയിലിലൊക്കെ കണ്ണൂർ ജയിലിലൊക്കെ അവിടെയുള്ള ഓഫീസേഴ്സിന്റെ കാരണം ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നി ഇത്ര ശക്തമായ വിഷയം അതിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയാലൊരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സബ്ജക്ട് ഞാൻ പെട്ടെന്ന് എടുക്കാൻ ചെയ്യാൻ തീരുമാനിച്ചത്. അതെ, ഒരു സിനിമ എടുത്ത് നമ്മളിപ്പോ കാണുന്ന രൂപത്തിൽ ഈ തിയേറ്ററിൽ എത്തിക്കാൻ പറഞ്ഞ ചില്ലറ പരിപാടിയൊന്നുമല്ല. ആ ഒരു ഉത്തരവാദിത്തം പേറി നടക്കുന്ന ടൈറ്റിലാണ് ഡയറക്ടർ. അങ്ങനെ ഒരു ഡയറക്ടറാണ് ഇന്നിപ്പോ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് ഡയറക്ടർ VM വിനു, ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ. അപ്പോഴേ ഈ സിനിമയെ കുറിച്ച് ആകെ മൊത്തം ടോട്ടൽ ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷമാണോ കാസ്റ്റ് ഒക്കെ ഇന്ന ആൾക്കാരൊക്കെ മതി എന്നൊക്കെ തീരുമാനിച്ചേ? സത്യത്തിൽ കഥ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ടക്കാന്ന് കയറി വരും. ഈ റോള് ഇയാൾ ചെയ്താൽ നന്നായിരിക്കും, ഇത് ബാമ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റേ ആൾ ചെയ്താൽ, അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് തോന്നും. പിന്നെ കഥ വികസിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ സീനൊക്കെ വർക്കൗട്ട് ചെയ്ത് വന്ന് കഴിയും നമുക്ക് തോന്നും ഇത് കുറച്ചുകൂടി ഈ ക്യാരക്ടർ വലുതായല്ലോ, നമ്മൾ മറ്റേ ആൾ ചിന്തിച്ചാൽ മാറിക്കൊണ്ടിരിക്കും. സീനോട്ടർ കംപ്ലീറ്റ് ആയപ്പോഴാണ് നമ്മൾ കാസ്റ്റിംഗിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതിന് മുന്നേ എന്നാലും തിരക്കഥ വായിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന കൂട്ടത്തില് റഹ്മാനെ കൂടാണ്ട് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബേബിയായിട്ട്? ശാലിനി വേണ്ടാത്ത അങ്ങനെ നോക്കുന്നത് സൽമാൻ ഖാൻ വന്നിട്ടുണ്ടോ, ഷാറുഖ് ഖാൻ വന്നിട്ടുണ്ടോ, അതല്ല അങ്ങനെ നമ്മള് പലരും വരില്ലേ മനസ്സിൽ പറയാൻ 2-3 ആൾക്കാരുടെ മുഖമൊക്കെ എന്റെ മനസ്സിൽ വന്നിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടിയത് ഒരു ടീനേജ് ആ ലെവലിൽ ഒരു റൊമാൻറ്റിക് ആയിരിക്കുന്ന ഒരു ഹീറോ, ഒരു ഘട്ടത്തിൽ അങ്ങനെ 2-3 ഘട്ടങ്ങൾ കടന്നു വന്ന ക്യാരക്ടേഴ്സാണ്. പിന്നെ ഒരു കുട്ടിയുടെ 13 വയസ്സ് 14 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അച്ഛനാവണം, പിന്നെ ഒരു ആക്ഷൻ ചെയ്യണം, സെന്റിമെന്റ്സ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് റഹ്മാന്റെ ചില തമിഴ് മൂവീസ് ഞാൻ അടുത്ത കാലത്തൊക്കെ കണ്ടിരുന്നത്. അത് ഞാൻ നന്നായി പെർഫോം ചെയ്യും. അപ്പൊ എന്റെ മനസ്സിൽ റഹ്മാൻ, സത്യത്തിൽ ഞാൻ ഇതിന്റെ റിയൽ ഫാക്ട് പറയുകയാണെങ്കിൽ ഈ കഥ വന്ന് ജുലൈനെ പറഞ്ഞോടെ ഞാൻ ചോദിച്ചു ആരാ മനസ്സിൽ, അവർ എടുത്ത വഴിക്ക് പറഞ്ഞത് റഹ്മാൻ എന്നാണ്. അപ്പൊ ഞാനൊന്ന് നിശബ്ദനായി നോക്കാം എന്ന്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ കറക്റ്റ് റഹ്മാൻ. പിന്നെ ഇവിടെ പലർക്കും 14 വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു വലിയ പ്രശ്നമല്ല പലർക്കും. പിന്നെ പേടിയാ ജീവിതത്തിൽ അച്ഛനാവാത്ത വലിയ. ഇതിനു മുന്നേ ഓരോ നായകന്മാരുടെ അടുത്തൊക്കെ ചെന്ന് പറയുമ്പോൾ കുട്ടിയുടെ അച്ഛനാവണമെന്നൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ പടം. അത് കൂടുതൽ മമ്മൂക്ക എന്റെ അടുത്ത് അങ്ങനെ അച്ഛനാവാൻ പറ്റില്ല എന്നോട് പറഞ്ഞില്ല. ലാലേട്ടനും വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ അങ്ങനത്തെ കഥകൾ എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ മനസ്സിൽ വിചാരിക്കണം, എനിക്കറിയാം അബദ്ധമായല്ലോ പറഞ്ഞതെന്നല്ലേ. അങ്ങനെ ശാലിനി വേറെ പ്രശ്നം ഇനിയും സിനിമകൾ ചെയ്യാനുള്ളതാ, പാരയ്ക്ക് വേണ്ടി വന്നല്ല ഇവിടെ. ഞാനങ്ങനെ ചെയ്യോ അല്ല പറയും. ഇതൊക്കെ ഇവര് കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതെല്ലാം കേൾക്കാം. എന്നാ അവനോ എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് ഒരു താങ്ങ് നോക്കുമ്പോൾ ഇനി മേലെ വിളിച്ച ഫോൺ പോലും എടുക്കണ്ട അല്ലേ പറയും. ശരി, അപ്പൊ ഒരു ഫാമിലി മാൻ വേണ്ടാണോ? അങ്ങനെ ഫാമിലി ചിത്രങ്ങൾ മാത്രം എടുക്കുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചേക്കണേ? ഫാമിലി ഇല്ലാതൊരു കഥ പറയാൻ പറ്റുമോ നമുക്ക്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെയോ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു യാത്ര പോയാലോ സിനിമയില്? ന്യൂ ജനറേഷൻ ഇതിലുള്ള ഗ്രൂപ്പുള്ള ഡയറക്ടേഴ്സിന്റെ നല്ല തീമുകളും നല്ല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ പ്രതീക്ഷയുള്ള ഡയറക്ടേഴ്സ് ആ ഗ്രൂപ്പിലുണ്ട്. പിന്നെ ഒന്നറിയാണ്ട് ഒരു സിനിമേന്റെ പിന്നിൽ ദൂരെ പോയി നിന്നിട്ട് പിറ്റേന്ന് സിനിമ ചെയ്യുന്ന ചില മണ്ടന്മാരുണ്ട്. ഈ സിനിമ അതല്ല ബഹുവചനല്ല പറഞ്ഞത്, ബഹുവചനം അങ്ങനെ എന്റെ മനസ്സിലായില്ല. അങ്ങനെ സിനിമകൾ ചെയ്യുന്നവരില്ലേ അവര് പിന്നെ കാണാറില്ല. പക്ഷെ എന്നാൽ സീരിയസ് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന കുറെ പുതിയ പിഴവരുണ്ട്. ഇപ്പൊ 1-2 വീഡിയോ കല്യാണം കവർ ചെയ്തവൻ വന്നിട്ട് ഇവിടെ ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പൊ ആ സിനിമ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പുച്ഛം തോന്നും. അങ്ങനെ ഈ അടുത്ത് കണ്ടൊരു സിനിമ പറയൂ. പേര് പ്രത്യേകം ഞാൻ പറയുന്നത് ശാലിനി. ഞാൻ പറഞ്ഞു ശാലിനി കാര്യം തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് സിനിമയിനകത്ത് എന്നെ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇതാണ്ട ആ ഒരാളങ്ങ് നശിച്ചു പോകുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഇല്ലല്ല ശരി, സംഭവിച്ചു. കൊള്ളില്ലാത്ത സിനിമക്കാരെ പറയില്ല എന്ന് പറഞ്ഞു. എന്നാ കൊള്ളാവുന്ന ഒരു 2-3 ന്യൂ ജനറേഷൻ പറയൂ കേക്കട്ടെ. ഒരാളെ പറഞ്ഞ ഒരാളെ വിട്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. കാരണം മറ്റവൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. അതല്ല, പുതിയ കുറെ നല്ല ഹിറ്റുകൾ ചെയ്തിരിക്കുന്ന കുറെ ഡയറക്ടേഴ്സ്. ഈ അടുത്ത് കണ്ട നല്ലൊരു സിനിമ പറയൂ, മനസ്സിൽ തട്ടിയത്. അടുത്ത് തന്നെ എനിക്ക് മൊയ്തീൻ നന്നായി ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതൊരു കോഴിക്കോട്ടുകാരനായോണ്ടാണോ? അതുകൊണ്ടല്ല, അത് പ്രണയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഈ പ്രിയദർശന്റെ സിനിമ ഒപ്പം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ചുരുക്കത്തിൽ ഒരു സെന്റിമെന്റ്സും പ്രണയവും ഒക്കെ ഉള്ള സിനിമകളാണ് കുറച്ചധികം ഇഷ്ടല്ലേ? അല്ല, അതിൽ ഹ്യൂമർ ഉണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു രസം ഉണ്ടാക്കണം. സംവിധായകൻ VM വിനുവിന് ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്ന റൗണ്ടിന്റെ പേരാണ് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ്. നമ്പർ 1, സ്ക്രിപ്റ്റ് തിരുത്തുന്ന നായകനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. യെസ് ഓർ നോ? നോ. ഇന്ന് ഒരാരും സ്ക്രിപ്റ്റിൽ ഇടപെട്ടില്ല? ഇതുവരെ ഇടപെട്ടിട്ടില്ല. സത്യം ഇടപെട്ടില്ല. ഞാൻ എല്ലാം കൺവിൻസ് ചെയ്തതിനു ശേഷം ഷൂട്ടിംഗ് തുടങ്ങാറുള്ളൂ. ആരും പറഞ്ഞില്ല? ഇല്ല. പറയുന്നത് ഈ ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ പറയാല്ലാതെ ഇടപെട്ടിട്ട് സ്ക്രിപ്റ്റ് ഇതിങ്ങനെ വേണ്ട എന്നോട് പറഞ്ഞില്ല. എന്റെ പടത്തിൽ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. യെസ് ഓർ നോ? യെസ്. ആർക്കൊക്കെ അഭിനയിക്കാൻ മമ്മൂക്കയ്ക്ക് ഒരു അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മമ്മൂക്ക എന്ത് പറഞ്ഞു?
നീ അത് കാണിക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കും. അല്ലാണ്ട് മമ്മൂക്കയോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അഭിനയിക്കുന്നത് ശരിയല്ല, ഞാൻ കാണിച്ചു തരാം. അതില്ല, മമ്മൂക്ക ഇതാണ് ഉദ്ദേശിച്ച് ഇങ്ങനെ വേണം എന്നാലും മമ്മൂക്കനെ പോലെ ആളെ നമ്മൾ അഭിനയം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആരെ അഭിനയം പഠിപ്പിച്ചിട്ടില്ല? ആര് ആക്ടർ ഞാൻ മമ്മൂക്കനെ പറഞ്ഞിട്ടുണ്ട്, ജയറാമിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ പഠിപ്പിച്ചില്ല, കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ നടികൾക്ക് എത്ര പേർക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. മറുപടിയിൽ ആർക്കാ കാണിച്ചു കൊടുത്തത്? ഞാൻ റഹ്മാനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഭാമയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ സിനിമയിലെ ചില ആർട്ടിസ്റ്റുകളുടെ അഭിനയം കണ്ടിട്ട് ഇയാള് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. യെസ് ഓർ നോ? ഒരിക്കൽ നോ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയുമ്പോ ചോദിക്കുമ്പോ മുഖത്തോക്കിട്ട് ഉത്തരം പറഞ്ഞു. മൊത്തത്തില് നോക്കുന്നത് കള്ളത്തരം എനിക്കെന്താ കോങ്കണ്ണുണ്ടോ? അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആരെയാന്ന് പറയണം. മമ്മൂട്ടി, മോഹൻലാൽ, ശ്രീനിവാസൻ, ജഗദീഷ്, ശ്രീമാൻ, റഹ്മാൻ. ഏറ്റവും ബുദ്ധിമുട്ട് ആരെയാ? അതങ്ങനെ അല്ല, ഇതിങ്ങനെയാണ്. കുറച്ച് ഷാഠ്യം പിടിക്കുന്ന മമ്മൂട്ടിയാണ്. ഒട്ടും പിടിക്കാത്തതോ? ശ്രീനിവാസൻ. എന്നാ പിന്നെ അടുത്ത ചോദ്യം, ഒരു സിനിമ ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി സംവിധായകൻ മാത്രമാണ് കൂടിയാണ്? മാത്രമാണ്, കൂടിയാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. മാത്രമാണ്. ഞാനൊരു വരി പേടിപ്പിച്ച് പറഞ്ഞു. അതല്ല, സംവിധായകൻ തന്നെയാണ് കുറ്റക്കാരൻ. സംവിധായകൻ മാത്രമാണ്. മറ്റു സംവിധായകരുടെ വളർച്ച കണ്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. യെസ് ഓർ നോ? നോ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. ഇല്ല, എനിക്ക് അങ്ങനെ അസൂയ തോന്നി. എന്താ അവര് ചെയ്യുന്ന സിനിമകൾ നല്ല സാധനങ്ങൾ ചെയ്യുന്നതാണ്. ശരി, അടുത്ത ചോദ്യം, എന്റെ വളർച്ച കണ്ട് ഇൻഡസ്ട്രിയിലെ പലർക്കും അസൂയ വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യെസ് ഓർ നോ? അതുമില്ലേ? ഇതെന്തല്ല നോ നോ? ഞാൻ അങ്ങനെ വലിയ വളർച്ചയിലൊന്നും എത്തിയില്ല, എപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ പേടിച്ചിരുന്ന ചോദ്യം ശാലിനി ചോദിച്ചില്ല. യെസ് ഓർ നോ? നോ. എനിക്ക് ശാലിനെ പേടിയില്ല. എന്തെങ്കിലും ഒരു ചോദ്യം പേടിച്ചിരുന്ന ചോദിക്കും. ഇല്ലല്ല, അത് നല്ലല്ല. അത്തരം ചോദ്യങ്ങളിലേക്ക് വരുന്ന രീതിയിൽ എന്നെ പേടിപ്പിക്കുന്ന ചില ഹിന്റുകൾ, ചില സൂചനകൾ വന്നിരുന്നു. ഞാൻ എങ്ങനെ തടി തപ്പിയത്? ഞാൻ കടക്കലെ വെട്ടി. അത് അപകടകരമായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഈശ്വര വികട സരസ്വതി വരാതിരുന്ന എന്റെ ഭാഗ്യം. കോഴിക്കോട് തിരിച്ചുകൊണ്ടി വന്നേനെ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇവരുടെ ഫാമിലി വർക്ക് ചെയ്തിട്ടുണ്ട്. ഭാമയും ഈ മോളും നയൻതാരയും അതൊക്കെ നമ്മൾ കാണാത്ത രീതിയിൽ ഇങ്ങനെ ആവണം തോന്നാം. ഇന്റിമസി, നല്ല കെമിസ്ട്രി ആയിരുന്നു അവർ തമ്മിൽ. ഓരോ ഷോട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ചിരിയും കളിയായിട്ട് അതിലേക്ക് പോകും. അല്ലാതെ സീരിയസ് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് മൊത്തം നിൽക്കാൻ പറ്റില്ല. റിലാക്സ്ഡ് ആയിട്ട് മനസ്സോടുകൂടി നമ്മൾ ഈ സിനിമ മറുപടിയും ചെയ്തിരിക്കുന്നത്. മറുപടിയില് ബാങ്ക് ഉദ്യോഗസ്ഥൻ എബി ആയി റഹ്മാൻ, ഭാര്യ സാറയായി ഭാമ, മകൾ റിയയായിട്ട് നയൻതാര. ഈ ഒരു ഫാമിലി ബോണ്ടിങ്ങിന് ഏതെങ്കിലും കുടുംബമായിട്ട് വല്ല റെഫറൻസ് ഉണ്ടായിരുന്നോ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതുപോലെ ഇത്രയും നല്ല ജോളി ആയിട്ടുള്ള? ഞാൻ തന്നെയായിരുന്നു. നമ്മുടെ ഫാമിലി എങ്ങനെയാണ്? എന്റെ വീട്ടിൽ ഞാനും എന്റെ മോള് കുട്ടിയായിരിക്കും വർഷവും വരുണൊക്കെ ആയിരിക്കുന്ന സമയത്തുള്ള കെട്ടിമറിച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മള് എവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോവുക, നമ്മൾ എന്തെല്ലാം തമാശകൾ അവിടെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതിൽ റഹ്മാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മള് എന്റെ വൈഫ് പത്മജ മോളെയും മോനെയും കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ കയറും, ഞാൻ ഓരോന്നുണ്ടാക്കും, മീനുണ്ടാക്കും, പിന്നെ കറികൾ ഉണ്ടാക്കും. അപ്പൊ മണം വരുമ്പോഴേക്കും മോള് ഇറച്ചി അവിടെ പഠിക്കുന്ന നിൽക്കുന്ന ഇറങ്ങി വിടും. അതൊക്കെ തന്നെയാണ് സോങ്ങിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഭർത്താവാണ്, ഞാൻ ഭക്ഷണം കഴിക്കാനേ വരുള്ളൂ അങ്ങനെയൊന്നുമില്ല. എന്റെ പരീക്ഷണ വസ്തുക്കളായി കക്ഷികളൊക്കെ എന്റെ ഭാര്യ. അത് ഏറ്റവും കൂടുതൽ കുക്കിംഗിൽ എനിക്ക് പഠിപ്പിച്ചത് മണിയായിരുന്നു, കലാഭവൻ മണി. മണി പറയും, വിനോടാ ഇങ്ങനെ ചില ഐറ്റംസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ വന്ന് പരീക്ഷിക്കും, കാണിക്കില്ല, ആരെയും കാണിക്കില്ല. ആദ്യം ഇവരെ കൊണ്ട് ഞാൻ വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അത് റഹ്മാൻ എന്നോട് പറഞ്ഞു, കാണും തന്നെ ഇങ്ങനെയുള്ള കുടുംബം, റഹ്മാന്റെ ഫാമിലി ആയിട്ട് തോന്നുക, മക്കളായി തോന്നുക. ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റർ എന്താണെന്നറിയോ? അതില് മോളുടെ കണ്ണ് പൊത്തിയിട്ട് റഹ്മാൻ അച്ഛൻ അമ്മയെ ഉമ്മ വയ്ക്കാൻ നോക്കുന്ന ആ പോസ്റ്ററാണ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത്. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അതൊക്കെ ഒരു അപ്പ തോന്നിയതാണ്. റെഫറൻസ് ഉണ്ടായിരുന്നോ? റെഫറൻസ് ഇല്ല, എല്ലാത്തിനും റെഫറൻസ് പറ്റൂല. ശാലിനി റെഫറൻസ് എല്ലാത്തിനും പറ്റില്ല. ചില ജീവിതാനുഭവങ്ങൾ, ചില കാഴ്ചകൾ, ചില കുടുംബങ്ങളിൽ നമ്മൾ കാണുന്നത് ടച്ചിങ് ആയിട്ട് അന്ന് തോന്നിയതൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സറിയാതെ കയറി വരിക. മലയാള സിനിമ വിടൂ, ഇനി തമിഴിനെ കുറിച്ച് പറയൂ. തമിഴ് സിനിമയിൽ ആരെങ്കിലും ഒക്കെ കാണാനോ കൂടെ വർക്ക് ചെയ്യാനോ ഒക്കെ ഇഷ്ടമുണ്ടോ? തമിഴിൽ എനിക്ക് കാണാൻ ആദ്യമൊക്കെ എനിക്ക് കമലഹാസനായിരുന്നു എന്റെ. ഇപ്പൊ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ എന്ന് പറയുന്നത് ധനുഷാണ്. ധനുഷിന്റെ സിനിമ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് തിരക്കണം, ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പൊ തമിഴിലൊരു സിനിമ കാണാൻ ഇപ്പൊ ഉദ്ദേശിക്കുകയാണെങ്കിൽ ധനുഷിനെ ഹീറോ ആക്കണം എന്നൊക്കെയാണോ ആഗ്രഹം? ആഗ്രഹങ്ങളുണ്ട്, നടക്കണ്ടേ, ഡേറ്റ് നോക്കാം, കിട്ടുമോ നോക്കാം. ഒരു ഡയറക്ടർക്ക് എപ്പോഴും അന്യഭാഷകൾ ചെയ്യണം. ഹിന്ദി ചെയ്യാൻ താല്പര്യമാണോ? ഹിന്ദി എനിക്ക് പേടിയാണ്, കാരണം ഒന്നാമത് ആ ഭാഷ എനിക്കറിയില്ല. ഏതൊക്കെ ഭാഷ അറിയാം? അറിയുന്നൊക്കെ മലയാളം നന്നായിട്ട് അറിയുള്ളൂ. കന്നഡയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? എന്റെ വൈഫ് ബാംഗ്ലൂരാണ് ജനിച്ചു പോകണം. എന്റെ കസിനാണ്, അവൾ അസലായി, അവർക്ക് എല്ലാ ഭാഷയും അറിയാം. തെലുങ്ക് അറിയാം, കന്നഡ അറിയാം. ഒരു ഡയറക്ടർക്ക് വേണ്ടിയ എല്ലാ ഭാഷയും അവൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ചോദിച്ചു, എന്റെ അന്യഭാഷ ചെയ്യാണെങ്കിൽ എന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വരാറില്ല, നേരെ വന്നിട്ടില്ല, അത് താല്പര്യമില്ല വരാനൊന്നും. അന്യഭാഷ ചെയ്യുകയാണെങ്കിൽ ഏത് ലാംഗ്വേജിൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? തമിഴ് എനിക്ക് ഇഷ്ടം. തമിഴ് ഒന്നാമത് ഡയലോഗ്സ് ഒക്കെ എനിക്ക് വളരെ പോയറ്റിക് ആണ്. പിന്നെ കുറച്ചൊക്കെ നോവറായാലും
പേടിക്കാനില്ല. രക്ഷപ്പെട്ടു എന്നാ എന്ന് പറഞ്ഞ് കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കയ്യിൽ നിന്ന് പോയാൽ ആൾക്കാർ ക്ഷമിക്കും. അവിടെ ഓക്കെ ആയിരിക്കും. തമിഴ് സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ മാത്രല്ല കാശ് കൂടുതൽ കിട്ടില്ലേ? കാശ് കിട്ടും. കാശിനേക്കാൾ ഒരു തമിഴൊക്കെ മൂവി ചെയ്യാം. അതുപോലെ സൂര്യ അതുപോലുള്ള ആൾക്കാർ, ധനുഷ് എന്ന് പറഞ്ഞൊക്കെ ആഗ്രഹമുണ്ട്. നടക്കും നമുക്കറിയില്ല. ഏതൊക്കെ ആക്ടേഴ്സിന് അന്യഭാഷയിൽ കണ്ടിട്ടുണ്ട്? നേരിട്ടൊക്കെ കമലഹാസനെ കണ്ടിട്ടുണ്ട്. ഒരു ഫാൻ മൊമെന്റ് ഉണ്ടായത്, അയ്യോ ഞാൻ ഇയാളുടെ അടുത്താണല്ലോ നിക്കണേ എന്ന് തോന്നിയ ഒരു ഫാൻ മൊമെന്റ്? ഞാൻ ബാലേട്ടൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം റിയാസ് ഖാൻ ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഒരു ക്ലബ്ബിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അല്ല, ഒരു ഹോട്ടലിൽ ആരും ബർത്ത്ഡേ വരണം എന്ന് പറഞ്ഞു. ജസ്റ്റ് ഞാൻ പരിചയ സ്ഥലത്ത് ഞാൻ അതിൽ പിന്നീട് എന്റെ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ പോയി അവിടെ നിന്ന് സ്മോക്കിംഗ് സോണിന്റെ അവിടെ ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് ഞാനിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എനിക്ക് ആരാ മനസ്സിലായി. ഞാൻ ലൈറ്റർ ചോദിച്ചു, ലൈറ്റർ തന്നു. വിജയായിരുന്നു. വണ്ടർഫുൾ. പോയി കഴിഞ്ഞതിന് ശേഷം റിയാസ് നിങ്ങളെടുത്തു, നിങ്ങൾ ലൈറ്റർ വിജയായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് വിജയനെ കണ്ടത്. വളരെ സിമ്പിളായിട്ട് ഒരു ഒതുങ്ങിയൊരു മനുഷ്യൻ അങ്ങോട്ട് പോകുന്നു. അത്ര പിന്നെ അല്ല, വിജയ് വിചാരിച്ചിട്ടുണ്ടാവും ഏതാണ് ഈ അഹങ്കാരി, എന്നെ കണ്ടിട്ട് മനസ്സിലാവാത്ത പോലെ ഉള്ളി ഏതോ ഒരു കക്ഷി ഏതോ ഓസിന് വെട്ടിയടിക്കാൻ വേണ്ടി വന്നാൽ വിചാരിച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിളായിരിക്കുന്ന പക്ഷേ നമ്മളെ അങ്ങനെയൊക്കെ ആൾക്കാരെ കാണുമ്പോഴേ ആ വിജയൻ തൊട്ടടുത്ത് കണ്ടപ്പോഴേ എനിക്ക് വിജയ് ആയിരുന്നു. പിന്നെ ഷാറൂഖ് ഖാനെ തൊട്ടടുത്ത് നമ്മളെ കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ടായ സമയത്ത് സ്റ്റേജ് ഞാൻ തന്നെയാണ് പ്രോഗ്രാം വെച്ചത്, ഞാൻ രഞ്ജിത്തുക. അപ്പോൾ അടുത്ത് കാണാനുള്ള അവസരവും കാര്യങ്ങളും സംസാരിക്കുകയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ആരെ കാണാനാ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല എനിക്ക്. ഇല്ല, അങ്ങനെ മനുഷ്യന്മാരല്ലേ? അല്ല, അങ്ങനെ കാണുന്ന ആഗ്രഹം എല്ലാവരും കാണുന്നുണ്ട്, സിനിമയെ കാണുന്നുണ്ടല്ലോ. ഇനി ചില ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം. എന്നാ വർക്ക് ചെയ്യണം ആഗ്രഹമുള്ള ആരാ? ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ട് നടക്കാതെ ആഗ്രഹം. ഇവൻ കുറെ ആഗ്രഹം നടക്കാന്ന് പറയാം. ശാലിനിയുടെ പരിപാടി അത് വിട്ടേക്ക് മോളെ, പറഞ്ഞു കഴിഞ്ഞ്. നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമ ചെയ്യണം വലിയ ആഗ്രഹമുണ്ട്. ആരെ നല്ല ആർട്ടിസ്റ്റ്? എല്ലാരും കുറെ നല്ല ആർട്ടിസ്റ്റുകളില്ലേ. ഒരാളെ പറഞ്ഞ നല്ല ആർട്ടിസ്റ്റ്? ഒരു നല്ല ആർട്ടിസ്റ്റ് മലയാളത്തിൽ നല്ല ആർട്ടിസ്റ്റ് കണ്ടമാരുണ്ടല്ലേ. ഒരെണ്ണം പറഞ്ഞേ. എന്തിനാ പറയുന്നത്? എല്ലാ ആർട്ടിസ്റ്റും നല്ല ആർട്ടിസ്റ്റാണ്. വെള്ളം കുടിക്കണോ? വേണ്ട, എനിക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യമേ ഇല്ല. മകൻ ഇഷ്ടം സിനിമയാന്ന് പറഞ്ഞു. സിനിമയിൽ എന്താ സംവിധാനം തന്നെയാണോ? അല്ല, സംവിധാനമല്ല, അവൻ സിനിമാറ്റോഗ്രാഫി അവൻ കോഴ്സ് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവൻ കുറച്ച് സിനിമകളൊക്കെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ അവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിള്ളേരെല്ലാം കൂടി എറണാകുളത്ത് കറങ്ങുന്നുണ്ട്, ഏതോ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട്. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ലൈനിലേക്ക് നല്ല അവന്റെ ഒരു ചെന്ന അവന്റെ ബാച്ചിൽ പഠിച്ച ഡയറക്ഷൻ എടുത്ത് കഥയൊക്കെ ഉണ്ട്. നല്ല ഡിഫറെന്റ് ആയിരിക്കുന്ന കഥകൾ ഞാൻ കേട്ടു. അവരിങ്ങനെ ട്രൈ ചെയ്തു. ഭാവി ഉണ്ടായാൽ നല്ലതല്ലേ? നമ്മളെ മക്കളെ നല്ല രീതിയിൽ എത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്? അത് സന്തോഷിക്കാൻ പറ്റും. മോള് പാട്ട് 10 വർഷം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മറുപടിയിൽ ഈ പാട്ട് പാടിയപ്പോഴും അതുപോലെ തന്നെ സന്തോഷമായി. ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അതല്ല, എനിക്ക് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് അത് സാധിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക്. ആ പ്രത്യേകിച്ച് ജയചന്ദ്രന്റെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ജയചന്ദ്രന്റെ ആ മ്യൂസിക്കിൽ അവളെ പാടുന്നതും നിൽക്കുന്നതും. അപ്പോൾ അവള് നല്ല രസമായിട്ട് പാടി കഴിയുമ്പോൾ ജയചന്ദ്രന്റെ ഒരു നല്ല വോയിസ് എന്ന് ജയചന്ദ്രൻ പറഞ്ഞപ്പോൾ, പിന്നെ ഗോപി സുന്ദർ റീ റെക്കോർഡിംഗ് സമയത്ത് അത് കേട്ടപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ അർഹതപ്പെട്ടവരെ കൊണ്ടുവരണം. അത് നമ്മളൊരു കഴിവില്ലാണ്. എൻ്റെ മക്കളാണ്, എൻ്റെ മോനാ പറഞ്ഞു. അങ്ങനെ വന്നു. ആ പാട്ട് കുഴപ്പമില്ലാത്ത അവൾ പാടിയിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സജസ്റ്റ് ചെയ്തത് പിന്നെ വർഷം പാടട്ടേത് ഞാൻ തന്നെ. പിന്നെ അല്ലാതെ അങ്ങനെ ആരും നോക്കിയിട്ടുണ്ട്. ഈ പാട്ട് ഞാൻ പറയാം, ഇതിലൊരു പാട്ടുണ്ട്, അത് വർഷം തന്നെ പാടും. ഞാൻ പ്രൊഡ്യൂസറെ സംസാരിച്ചിരുന്നു, എൻ്റെ മോളായിരിക്കും ഇതിൽ പാടുന്നത് എന്ന്. ഒരു കുഴപ്പമില്ല പറഞ്ഞു അഷ്റഫ്. ജയന്ദ്രൻ വർഷയുടെ പാട്ട് കേട്ടിട്ടുണ്ട്. നല്ലൊരു അവസരം പറയും, ഇത് തന്നെ നമുക്ക് പാടിച്ചു കളയാം. ആൾക്ക് പേടിയൊന്നും ഉണ്ടായില്ല? ഒരു 8 മണിക്കൂറൊക്കെ സ്റ്റുഡിയോയിൽ ഇരുന്ന് വേർത്തോന്ന് കേട്ടു. ഇല്ല, അവൾ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പാടി എന്നുള്ള ഇരിക്കാൻ ബ്രേക്ക് ഇല്ലാണ്ട് അവൾ ഇങ്ങനെ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൾക്ക്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മളൊക്കെ വരുന്നതിന് മുമ്പൊക്കെ ദാസേട്ടനും ജാനകിയമ്മയൊക്കെ പാടിയിരുന്ന ഒറ്റ സ്ട്രെച്ചിന്. അന്നൊക്കെ ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒറ്റയടിക്ക് പാട്ടെടുക്കുക. ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ തെറ്റിപ്പോയി വീണ്ടും റീടേക്ക്. അവിടെ പഞ്ച് ചെയ്തെടുക്കാനും പറ്റില്ലല്ലോ. മണിക്കൂറുകളോളം സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നിന്ന് പാടിയിട്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഒക്കെ പഞ്ച് ചെയ്തെടുക്കുന്നു, കുറച്ച് റെസ്റ്റ് ചെയ്യുന്നതൊക്കെയല്ലേ. ഇവിടെ അങ്ങനെ ഒരു 6-7-8 മണിക്കൂർ നിന്നപ്പോൾ ഇവക്ക് നിൽക്കാൻ അറിയാം എന്നെനിക്ക് മനസ്സിലായി. നിന്നോളൂ എന്നെനിക്ക് മനസ്സിലായി. ആൾക്കെങ്ങനെ പിന്നണി ഗായികയാവാൻ തന്നെ ഇഷ്ടം? അവൾ ഒരിക്കലും എന്നോട് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാറില്ല. ഒരു ഒതുങ്ങി നിൽക്കുന്ന സംസാരിക്കുന്നില്ല അധികം. സംസാരിക്കും. വീട്ടിനുള്ളത് ഭയങ്കര, ഞാനും എൻ്റെ വൈഫും ഇവരായിട്ട് നല്ല ഹ്യൂമർ സെൻസ് ആവും. വർഷയ്ക്ക് വരുൺ ഭയങ്കര ഒതുങ്ങി നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവൻ ചില കാര്യങ്ങൾ ചിലത് പൊട്ടിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ല ഹ്യൂമർ സെൻസ് അവർക്കുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർഷയോട് പറയുന്നത് കുറച്ച് പാട്ട് പാടാനും നല്ലൊരു ഹ്യൂമർ സെൻസും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം പാകം ചെയ്യാനും കഴിഞ്ഞാൽ വിവാഹ ജീവിതം സുഖകരമായിരിക്കും. അല്ലല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൾ PG സെക്കൻഡ് ഇയർ പഠിക്കുക പ്രോഡൻസ് കോളേജ്. വന്നു കഴിഞ്ഞാൽ 3:30 മണിക്ക് എത്തും. 3:30 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിയെല്ലാം വാഷ് ചെയ്ത് ഫ്രഷ് ആയി കഴിഞ്ഞാൽ റൂം അടച്ചിട്ട് ശ്രുതിപ്പെട്ടി എടുത്തിട്ട് 1.5-2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും കോളേജിൽ നിന്ന്. അത് മുടങ്ങാറേ ഇല്ല. ആരും പറയണ്ട. അതെന്ന് പറയാം, വളരെ സിസ്റ്റമാറ്റിക്കാണ്. അതിപ്പോൾ ആര് വീട്ടിൽ വന്നാലും രാത്രി ഞാൻ നമ്മുടെ ബെഡിൽ കിടക്കാൻ ആദ്യം ഒരു പാട്ട് എന്നെ കേൾപ്പിച്ചിട്ട് തലയിലൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇന്നാക്കി അവർ ഒരു പാട്ട് പാടിയിട്ട് അവൾ പോകുള്ളൂ.
ഞാൻ വലിയ സംഗീതം അറിയുന്നതാണ് പറയും. അവിടെ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയും. ആ വെറുതെ ഞാനും മോശമല്ലാതെ കാണിക്കണല്ലോ. ഇനി എന്റെ പേഴ്സണൽ ആയിട്ടൊരു സംശയം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. മഴ വീക്ക്നെസ് ആണോ? തീർച്ചയായിട്ടും മഴ ഭയങ്കര ഇഷ്ടം എനിക്ക്. ആണല്ലേ? എല്ലാ സിനിമയിലും മഴ വെച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ഇടയിൽ ഒരു മഴ കാണും. വേഷം എന്ന് പറഞ്ഞ സിനിമയിലും ബാലേട്ടനിലും ഉണ്ട്, എന്താ മഴയത്ത് കുടയില്ലാതെ ഇറങ്ങിപ്പോയ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല ആ ഡയലോഗ്. അത് അല്ല, വരട്ടില് ഇന്നലെ എന്റെ നെഞ്ചിലെ പാട്ടിലും മഴയുണ്ട്, ഇതിലും മഴയുണ്ട്, മഴ വരികളിലും വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ആ പേര് വർഷ എന്നിട്ടത്. അങ്ങനെയാവും, അതെനിക്ക് കത്തിയില്ല കേട്ടോ. വരുൺ മഴയുടെ ദേവനല്ലേ? ഓ ഭഗവാൻ. എന്റെ മഴയുടെ എത്ര ഫാഷൻ. അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴൊന്നും അങ്ങനെ കുടയൊന്നും അങ്ങനെ വാങ്ങി തന്നിട്ടൊന്നുമില്ല. അപൂർവം കുട്ടികളെ കയ്യിലൊക്കെ ആയിരുന്നു അന്നൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് കോട്ടയം കണ്ട്. നമ്മുടെ മഴ കൊണ്ട് ഓടിയിരുന്നു, നല്ല രസമായിരുന്നു. മഴ പെയ്യുമ്പോൾ ഇറങ്ങി വീട്ടില് സ്കൂളിൽ നിന്ന് ഒരു ഓട്ടമുണ്ട്. മഴ പെയ്യുമ്പോൾ ബാക്കി എല്ലാവരും കയറി നിൽക്കുമ്പോൾ ഞാൻ മഴയെ തോടിയിടും, ബുക്കെല്ലാം നനഞ്ഞ് പുസ്തകമൊക്കെ ഇത് ഷർട്ടിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ എത്രയോ മഴ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അച്ഛൻ്റെ നാട് കോഴിക്കോട് നിന്ന് കുറച്ചുകൂടി കൊയിലാണ്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കൊയിലാണ്ടിയിലൊരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെ കൊയിലാണ്ടി പഠിച്ചിട്ടുണ്ട്. അവിടെ കുറേ ദൂരം ആ വീട്ടിലേക്ക് വരുന്ന വഴി കംപ്ലീറ്റ് ഇടവഴികളും കംപ്ലീറ്റ് പാടങ്ങളാണ്, ചെറിയ വരമ്പാ, ഭയങ്കര വിഷ്വലാണ്. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ വരിവരിയായിട്ട് പല ശാഖകളായിട്ട് പല വഴിൻ്റെ മുകളിൽ കൂടി പോകുന്നതിന്. ഇത് മഴയത്ത് മഴ ഇങ്ങനെ പെയ്തിട്ട് ഇങ്ങനെ തീർക്കുന്ന സ്ഥലത്ത് ചുരുങ്ങിയ വീട്ടിലെത്തുമ്പോഴേക്ക് 8 പ്രാവശ്യം 10 പ്രാവശ്യമെങ്കിലും ഈ ചളി സ്ലിപ്പ് ചെയ്ത് വീണിട്ടുണ്ട്. അതെ, എന്നിട്ട് വന്നിട്ട് അവസാനം അമ്മയുടെ വക അല്ലെങ്കിൽ അച്ഛമ്മയുടെ കൂടി എന്താ മഴ കൊണ്ട്. എനിക്ക് ഇന്നേ വരെ മഴ കൊണ്ടിട്ട് പനിയോ ജലദോഷം എനിക്ക് പിടിച്ചില്ല. അപ്പോൾ അന്ന് എനിക്ക് മഴ ഭയങ്കര ഇഷ്ടം. മഴ പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ അന്ന് അവിടെ ഈ പനയൊക്കെ ഉണ്ട് വീട്ടിൻ്റെ അടുത്ത്. ആ പനേൻ്റെ മുകളിൽ വീഴുന്ന വെള്ളത്തിൻ്റെ തുള്ളിൻ്റെ ശബ്ദവും മഴ ഭയങ്കര മഴ ഇങ്ങനെ എന്തോ ഒരു സുഖം. പിന്നെ ചില സമയത്ത് മഴ പെയ്തോണ്ടിരിക്കും, ഒരു വെയിൽ വരാണ്ടു. അപ്പൊ അച്ഛമ്മ പറയും കുറുക്കന്റെ കല്യാണം. അതെ, ഇന്ന് കുറുക്കന്റെ കല്യാണം. ഞാൻ കുറുക്കനെ കുറെ തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഇതൊക്കെ ഈ മഴ, അന്ന് മുതൽ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടം. മഴയുടെ ഒരു മൂഡും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയിലും ഒരു മഴ സീക്വൻസ്. അത് എങ്ങനെ അറിയാണ്ട് വന്നു പോകുന്നത്, മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ. അത് എവിടെ മഴ ഒന്ന് ഉണ്ടാകുന്ന നന്നായിരിക്കും, അങ്ങ് തോന്നുക, അങ്ങനെ വരുന്നതാണ്. എല്ലാ സംവിധായകരും അവനവന്റെ സിനിമയെ കുറിച്ച് പറയണ ഇതൊരു വ്യത്യസ്തമായ ചിത്രമാണ്. ഒന്ന് ഡിഫൈൻ ചെയ്ത് എന്താ ഈ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം കേക്കട്ടെ. ഞാൻ കാണുന്ന വ്യത്യസ്ത, ഈ പറഞ്ഞ ശാലിനി പറഞ്ഞ കറക്റ്റ് ഉണ്ടാവും. പലപ്പോഴും ഞാൻ എന്താണ് എല്ലാ ചാനലിലും കയറി പലരും ഇതൊരു വ്യത്യസ്തമായി വേറൊരു മൂഡിലാണ് ഇതെടുത്തത്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതൊരു വ്യത്യസ്ത സിനിമ ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ കാണുന്ന സബ്ജക്റ്റിൽ വ്യത്യസ്തത മാത്രമാണ്. ആ സബ്ജക്റ്റ് നമുക്ക് ഓരോ സബ്ജക്റ്റ് കിട്ടുമ്പോഴാണ് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ മാറുന്നത്. ഈ സബ്ജക്ട് ഇതിന് മുന്നേ വന്നിട്ടേ ഇല്ല മറുപടി. ഇങ്ങനത്തെ സബ്ജക്ട് മലയാളത്തിൽ വന്നില്ല. മലയാളത്തിലല്ല, ഇത് റിയൽ ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഇങ്ങനത്തെ സിനിമ മലയാളത്തിൽ വന്നിട്ടേ ഇല്ല. വേറെ ഭാഷ വന്നിട്ടുണ്ടോ? വേറെ ഭാഷയിൽ വന്നില്ല. ഇത്രയും ടോർച്ചറിങ്ങും ഒരു ജയിലും ബേസ് ഇത്ര സീരിയസ് ആയിരിക്കുന്ന ഒരു ഇഷ്യൂ സംസാരിക്കുന്ന ഒരു സിനിമ വന്നിട്ടില്ല, ഉറപ്പാണ്. നമ്മുടെ ആൾക്കാരാണ് കോപ്പിയൊക്കെ കണ്ടുപിടിക്കുക. എനിക്കത് സംവിധായകനിൽ ഈ കൊറിയൻ പനി പിടിക്കാത്ത ആള് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കത് സത്യമാണ്. ഞാൻ കൊറിയൻ പടമൊക്കെ കണ്ടില്ല, പക്ഷെ ആ കൊറിയൻ ജ്വരം എന്റെ സിനിമ ഞാൻ കൊണ്ടില്ല, കോപ്പി അടിച്ച സിനിമ ഉണ്ടാക്കിയിട്ടില്ല, ആ ജീവിതത്തിൽ ഉണ്ടാക്കില്ല. ഇല്ലെങ്കിൽ അമ്മച്ചിയാണ് സത്യം. ഞാൻ പറഞ്ഞ മാതിരി ഇനിയും ഗ്യാപ്പിടാൻ തയ്യാറ്. എനിക്ക് വിശ്വസ്തത ഉണ്ടാവുന്ന അല്ലെങ്കിൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വസിപ്പിക്കുന്ന ഒരു ഒറിജിനൽ ആയിരിക്കുന്ന കണ്ടന്റ് അവിടെ ഇവിടെയുള്ള സാധനം എടുത്ത് ഞാൻ നേരെ സിനിമ ചെയ്തിട്ടില്ല. ഒരു ഷോട്ട് പോലും ഞാൻ ഇന്ന സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമാറ്റോഗ്രാഫർ കാണിച്ചില്ല. എനിക്ക് തോന്നുന്ന ഫ്രെയിമും എനിക്ക് തോന്നുന്ന ഷോട്ടുകളും അല്ലാതെ ഒന്ന് കോപ്പി അടിച്ച് ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും ആൾക്കാർ വന്നിട്ട് ദേ ആ പടം ഈ പടത്തിന്റെ കോപ്പി അല്ലേ, ദേ ആ പാട്ട് ഇതിലുള്ളതല്ലേ, ദേ ഈ സീൻ അവിടെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ച ആൾക്കാരൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ. ബാലേട്ടിലെ ചില സീക്വൻസുകളിൽ ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ സിനിമ തന്നെയേ പറഞ്ഞുള്ളൂ. അത് മറ്റേ രക്ഷപ്പെട്ട് അല്ലാതെ ഇപ്പൊ ശിബിച്ചാന്റെ പേര് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ പേര് ആ സിനിമയിലെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്റെ സിനിമ ആ സിനിമേന്റെ ആ ഛായ തന്നെ ഇതിൽ ക്ലൈമാക്സിലേക്ക് വന്നിരുന്നത്. അപ്പൊ ഞാൻ ചെയ്ത സിനിമയല്ലേ, ഞാൻ വേറെ ആളുടെ അടുത്ത് ചെയ്തതല്ലേ, കുഴപ്പമില്ല, ഓടിയല്ലോ സിനിമ. അതിന്റെ പ്രശ്നം ആൾക്കാർക്ക് ഇഷ്ടം തന്നെയാണത്, അതുകൊണ്ടല്ല സിനിമ വിജയിച്ചതെന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞ് തടി തപ്പില്ല, സത്യമായ വസ്തുത പറയാം. ശരിക്കും വരെ ശാലിനി പറഞ്ഞ കറക്റ്റാ. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ചില ഒഴിവുകളും ശരിക്കൊരു കളരി പഠിച്ച ആളെ പോലെ തന്നെ നിൽക്കണത്, ഒഴിയാനും മറയാനും പറ്റണം. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ശാലിനിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ഈ മയിലെണ്ണ പുരട്ടി ഇറങ്ങിയെന്ന് പറഞ്ഞ മാതിരി ഇറങ്ങിയിരിക്കുക ഞാൻ. അതെ, ഞാൻ ഇവിടുന്ന് നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കണം. എന്റെ ഇത് അതെന്തറിയോ, ശാലിനിക്ക് നിസ്സാരമായി തോന്നും. പക്ഷെ ചോദ്യങ്ങളുണ്ടല്ലോ വല്ലാത്ത ഈ കഴിമരത്തിൽ കയറ്റി നിർത്തിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത്. നമ്മൾ അബദ്ധത്തിൽ പറഞ്ഞാല് ഭയങ്കര ശത്രുക്കൾ ഉണ്ടാവും. ശത്രുക്കൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ശാലിനിന്റെ അടുത്ത് വരുന്നുണ്ട്. വളരെ ഇന്നസെന്റ് ആയി ചോദിക്കുന്നതിന് ചില ദുരുദ്ദേശങ്ങൾ അതിലില്ലേ എന്നൊരു ശങ്ക സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഞാനൊരു 5 വാക്ക് പറയും. അത് പറയുമ്പോ എന്താണോ മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് വെച്ച് എന്നെ കൊല്ലാനായിരിക്കും. ഇല്ല, വെറുതെ കൊല്ലില്ല, അറക്കുള്ളൂ. സൂപ്പർ ഹിറ്റ് എന്ന് പറയുമ്പോ ആദ്യം മനസ്സിലായത് ബാലട്ട്. കാരണം എന്നെ കൈരളി തെറ്റുന്ന സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് ആൾക്കാരെ എടുത്ത് പൊക്കിയിട്ട് അന്ന് എങ്ങനെയോ മുമ്പ് വാങ്ങിയ ചെറിയൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. അതും പോയി, അത് അടിച്ചു മാറ്റിയാരോ. എന്നെ മാവൂർ റോഡ് ആ വഴിക്ക് ഇങ്ങനെ ഒരു 4 റൗണ്ട് കംപ്ലീറ്റ് ബ്ലോക്ക് എന്നെ എടുത്ത് പൊക്കി ഒരു റൗണ്ട് അടിച്ചു. അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഞാൻ പേടിച്ചു, ഇവരെല്ലാം കൂടെ താഴെ ഇടുമെന്ന് പേടിച്ചു. കാരണം എന്നെ വിടൂ എന്ന് പറഞ്ഞ് ഞാനെന്തോ ഭീകരാക്രമണത്തിൽപ്പെട്ട ഒരാളെ മാതിരി എനിക്ക് തമിഴ്നാട്ടിൽ കൂടി ബോഡി കൊണ്ടുവന്ന മാതിരി ഞാനിങ്ങനെ നിൽക്കുക. ഇവര് കുറച്ച് ആൾക്കാർ പറഞ്ഞ് എടുത്ത് കൊണ്ടുപോയി. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ആ സൂപ്പർ ഹിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നത്. പ്രീ ഡിഗ്രിക്ക് കോപ്പി അടിച്ചാണ് പിടിച്ചിട്ട്. പ്രീ ഡിഗ്രിക്ക് കോപ്പി അടിച്ചു. പഠിക്കാൻ മണ്ടനായിരുന്നോ? വളരെ പോക്കായിരുന്നു. അന്ന് ആദ്യമായിട്ട് മുണ്ടെടുത്ത് പോയി. എന്നിട്ട് മുണ്ടിന്റെ അടിയിൽ ഗ്യാപ്പ് ഡബിൾ മുണ്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് അത് പേപ്പർ ഫാദർ വന്ന് പിടിച്ചു. അപ്പൊ എന്നോട് അത് തന്നേക്കും. ഞാൻ ഞെട്ടിത്തെറിച്ചു പോയ നിമിഷതാണ്. ആ എക്സാം കംപ്ലീറ്റ് പോയിട്ട് എന്നെ ഒരു കൊല്ലം ഡിബാർ ചെയ്യാൻ നോക്കി. പക്ഷെ ഡിബാർ ചെയ്തിട്ട് ആ എക്സാം കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്ത് വീണ്ടും ഒന്നിച്ച് ചെയ്തിട്ടാണ് പ്രീ ഡിഗ്രി. പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോഴോ എന്റെ വൈഫാണ്. ഏത് പരാജയങ്ങളിലും കൂടെ എന്റെ കൂടെ ഞാൻ തകരുമ്പോഴൊക്കെ എന്നെ താങ്ങി നിന്നതൊക്കെ എന്റെ വൈഫ് തന്നെയാണ്. ഈ അടുത്തെപ്പോഴങ്ങനെ താങ്ങി നിന്നത് അല്ല ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്തു. അത് മോഹൻലാലിന്റെ സിനിമയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഞാനും ദീപു കരുണാകരനായിരുന്നു എന്റെ സ്ക്രിപ്റ്റ്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് ലാലെല്ലാം ഓക്കെ കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് തലേ ദിവസം ഈ സിനിമ ക്യാൻസൽ ചെയ്യാം ബഡ്ജറ്റിന്റെ പേരിൽ. ഞാൻ തളർന്ന് 1.5 കൊല്ലം വർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ ഞാൻ തകർന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. അപ്പൊ എനിക്കൊരു താങ്ങായിട്ട് അപ്പോഴും എന്നെ വളരെ പോസിറ്റീവ്. അതിന് പ്രശ്നമല്ല, ഇതൊക്കെ എന്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവളാണോ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് അല്ലെ ഞാനാണോ? സംശയം. കല്യാണം എന്ന് പറയുമ്പോഴോ? ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇവള് ബാംഗ്ലൂരിൽ നിന്ന് വെക്കേഷൻ വരുന്നത്. ലവ് മാരേജ് ആണോ നിങ്ങളുടെ? മുറപ്പണ്ട. പക്ഷെ ഭയങ്കര പ്രണയിച്ച കല്യാണം കഴിച്ചത്. പ്രണയം പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയമാണ്. കല്യാണത്തിന്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറയുന്നത് എനിക്കിങ്ങനെ പത്നിയാണ് എനിക്കിഷ്ടം, ഞാൻ കല്യാണം കഴിക്കുന്ന അവിടെയായിരിക്കും. കുടുംബത്തിൽ നിന്ന് വേണോ എന്ന് അമ്മ ചോദിച്ചിരുന്നു. ഞാൻ അവരുടെ കുടുംബത്തിൽ നിന്നല്ല, ആരായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കും കല്യാണം. പക്ഷെ അച്ഛൻ സപ്പോർട്ട് ചെയ്തു. ഏറ്റവും വലിയ രസം എന്താ, പണ്ടൊക്കെ നടക്കുന്ന വഴി ഇവര് വെക്കേഷൻ വരുന്ന സമയത്ത് എന്റെ അനിയത്തി രേഖ, അവള് പത്മേന്റെ ബ്രദറിനെ അറിയാതെ ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അളകാപുരി കല്യാണ മണ്ഡപത്തിന്റെ ഒരേ ടൈമിൽ 2 ആളും കല്യാണം അങ്ങോട്ട് കൊണ്ടു നടക്കുക. ഗട്ടിമേളം. അത് ആ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്കതാ അങ്ങനെ ഒരാൾ ഇറങ്ങി പോകുന്ന ഒരാൾ വരുന്നുണ്ട്. അക്കിടി പറ്റാന്ന് പറയുമ്പോ ഇതുപോലൊരു പറ്റന്റെ ജീവിതത്തിൽ പറ്റാനില്ല എന്ന് തോന്നൂലേ? ആ ചില സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ട് ഒരു നിമിഷം കഴിയുമ്പോൾ പ്രൊഡ്യൂസർ ശരിയല്ല, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ നമ്മൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഓഹ് ദൈവമേ, ഇങ്ങനെ അക്കിടി പറ്റാനില്ല. ഈ അടുത്തങ്ങനെ പറ്റിയിട്ടുണ്ടോ? അതെ, ഈ അടുത്തല്ല, ഒരു 1-2 സിനിമ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറയില്ലേ എന്തിനാ അതൊക്കെ അറിയുന്നത്, അക്കിടി പറ്റിപ്പോയത് അങ്ങനെ തോന്നിയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരു സാധാരണ ആള് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ വന്ന ഗസ്റ്റിനോടും ചോദിക്കാൻ ബാധ്യതയുള്ള ചോദ്യമാണ് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോണ കേട്ടോ. ഡയറക്ടർ VM വിനുവിന്റെ അടുത്ത്. എന്റെ പേര് ശാലിനി. അപ്പോഴേ ഈ നോട്ട് പ്രതിസന്ധി ബാധിച്ചോ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്? നേരത്തെ ഫസ്റ്റ് തന്നെ ശാലിനി 4 കൊല്ലമായില്ല ഗ്യാപ്പ്. അതുകൊണ്ട് എനിക്ക് കെട്ടിക്കിടക്കുന്ന കാശൊന്നും എന്റെ കയ്യിലില്ല. ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ കിട്ടിയ കാശും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് മാറാൻ ഇതിപ്പോ എവിടെ കൊണ്ടുപോകും, ബണ്ടിലെടുത്തിട്ട് മറ്റേ പേപ്പറിന്റെ കമ്പനി കൊടുത്തിട്ട് നോട്ടാക്കേണ്ട ഇത് എനിക്കില്ല. നമ്മൾ കറക്റ്റായിട്ട് ടാക്സ് അടച്ച് പോകുന്ന ഒരാളാണ്. പിന്നെ ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ സമാധാനം കിട്ടിയിരിക്കുന്നത് എന്റെ മോളുള്ളതുകൊണ്ടാന്ന് പറയരുത്, 65 പവൻ വരെ. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യമൊക്കെ സൽക്കാരത്തിന് പോലായിരുന്നു. ഈ സൽക്കാരില്ല, പോയി പിറ്റേന്ന് പെണ്ണ് വീട്ടിലേക്ക് വരിക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിയന്ത്രണം വരുന്നത് നല്ലതാണ്. അത്തരം കാര്യം നമ്മൾ സഹകരിച്ച് നിൽക്കുന്നത് വേണം നല്ല കാര്യങ്ങൾക്ക്. അപ്പോ 4 വർഷത്തെ ഗ്യാപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു സ്വർണത്തിന്റെ. വീണ്ടും ശവത്ത് കുത്താതെ ഈ 4 വർഷത്തെ ഗ്യാപ്പ്, 4 വർഷം എന്താണിത്, ജപ്പാൻ കുടിവെള്ള പദ്ധതിയോ? എന്റെ ചോദ്യം സിമ്പിളാ. എന്താണ് പെൺകുട്ടിയുടെ കാര്യം സ്വർണത്തിന്റെ കാര്യം ഞാനാണോ പറഞ്ഞത്? അല്ല, ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതെ, കുഴി തോണ്ടിയതാണ്. വീട്ടിൽ എത്ര പവൻ ഉണ്ടാവും? പാവനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. സാധാരണ പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ലെവലിൽ പോയാലോ വീണാലും ഒങ്ങിയാലൊന്നും അറിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു സംവിധായകന്റെ ലേബലിൽ വന്നതിന് ശേഷം കേട്ടോ എന്തൊക്കെയാ ലക്ഷറി ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന, ലക്ഷൂറിയസ് എന്ന് പറയുന്ന വീടോ കാറോ സ്വർണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ ലക്ഷൂറിയസ് ഒന്നുമില്ല. ഞാൻ ബാരട്ട ചെയ്യുന്നവരെ എനിക്കൊരു സ്വന്തമായിട്ട് സ്കൂട്ടറോ സൈക്കിളോ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയില്ലായിരുന്നു. ബാരട്ട കഴിഞ്ഞിട്ട് വാങ്ങി. അവിടെ ഷോറൂമിൽ ഞാൻ എൻ്റെ വൈഫിന് മോളെയും കൊണ്ടൊരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിട്ട് അങ്ങനെ കാണിച്ചു. ആ ഗ്ലാസ്സിൽ ആ കാറ് ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പുറത്ത്
നിന്നിട്ട് അവരൊന്നും അറിയാതെ ഞങ്ങൾ നോക്കി നിന്ന്. പിന്നെ വാരട്ടം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് അതേ കളർ കാറ് അതിന്റെ അകത്തിരുന്ന് അത് വാങ്ങി ഒരു വീട് ഉണ്ടാക്കി. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ ഒരു വീട് ഉണ്ടാക്കി. എത്ര ഏക്കറിലാ? അയ്യേ, എത്ര സെന്റിലാ? ആകെ 16 സെന്റ് സ്ഥലം, 2500-3000 സ്ക്വയർ ഫീറ്റ് ഒരു വീട്, അത്രേ ഉള്ളൂ. ശരി, 3000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യം അതല്ല, അതങ്ങനെ അത് ഒന്ന് ഉണ്ടാക്കി വലുതായി പോയത്. അത് അറിയാതെ പറ്റിപ്പോയത്. അത്ര വീടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പത്മജ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പത്മജ അടുക്കളയിൽ കേൾക്കണം. അവള് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്, അതിനാണ് വീടെന്ന് പറയുക. അല്ലാണ്ട് 4 കിലോമീറ്റർ ഒരു ചായ കൊണ്ട് ഏതാ സംവിധായകൻ എന്നുള്ളത് ഞാൻ പേര് പറയൂല, ചോദിച്ചാലും പറയില്ല. നിന്റെ അടുത്തേക്ക് ഞാൻ തന്നെ പാരയിട്ട് തരാം. ആ സംവിധായകന്റെ വീട്ടിൽ പോയിട്ട് ചായക്ക് കാത്തുണ്ട്. ചായ കിട്ടിയപ്പോൾ ഐസായി പോയി എന്ന് പറഞ്ഞു. ആ കിച്ചണിൽ ഇങ്ങനെ കൊണ്ടു തണുത്ത് പോയി എന്ന് പറയാം. അത് ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞത്. ശരിക്കുള്ള കഥയാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അമ്പിളിച്ചേട്ടൻ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു വീട് എന്ന് പറഞ്ഞ വീടാണ്. ഞാനൊരു വീട് കണ്ടു. ആ സംവിധായകൻ ഇപ്പോഴും സംവിധാനം ചെയ്യണ്ടോ? പിന്നെ ഇല്ല, അത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 4 കൊല്ലമായിട്ട് ഇവിടെ അല്ലായിരുന്നു, ഹിമാലയത്തിലായിരുന്നു. ഗ്യാപ്പിൽ പോയത്. എപ്പോഴെങ്കിലും ശാലിനി കാലിക്കൽ വരെ എന്നെ വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ വൈഫ് വെക്കുന്ന ഭക്ഷണം മീനും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന കണ്ട് മീനൊക്കെ അസലുണ്ടാവും. നമുക്ക് കാലിക്കറ്റിൽ വന്ന് എൻ്റെ വീട്ടിൽ വരും. നമുക്കൊക്കെ വൈഫ് ഉണ്ടാക്കുന്ന ഭക്ഷണം, എൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന പത്മജി ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. എന്താ വൈഫ് ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പറയൂ? എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ സാമ്പാർ, വറുത്തരച്ച സാമ്പാർ. എന്താണ് ടേസ്റ്റ്! വർഷ സ്റ്റൈലായി ഉണ്ടാക്കും. അവന് നന്നായി കുക്ക് ചെയ്യും. മറ്റേ പാചകക്കാരാ, ദേഹണ്ണക്കാരാ, സംവിധായകനും ക്യാമറമാനും അല്ലെങ്കിൽ ഇതൊന്നും അല്ല. ഞങ്ങള് കണ്ടു പറ കല്യാണത്തിന് വെപ്പുകാരായി പോവുകയായിരുന്നു വിത്ത് ഫാമിലി, ചെമ്പ് ഉരുളിയൊക്കെ ആയിട്ട്. തമാശ പറയാതെ കേൾക്കണവർക്ക് മനസ്സിലാവില്ല. അങ്ങനെയായി പോവുകയായിരുന്നു. എപ്പോഴെങ്കിലൊക്കെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് സിനിമ മുടങ്ങിയെന്നല്ലാണ്ട് അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ എനിക്ക് സിനിമയിൽ ഉണ്ടായില്ല. എല്ലാത്തിനെയും വളരെ സമചിത്തതയോടുകൂടി ചിരിച്ചു നേരിടുന്ന ആളാണ്. തീർച്ചയായിട്ടും ഞാൻ അധികം ടെൻഷൻ ആരും കൊടുക്കാൻ ആഗ്രഹം. പിന്നെ വേറൊരു സംഭവം, ഈ മമ്മൂക്കയുടെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അടിച്ച പോലെ ഞാൻ ഒരാൾക്കെന്ത് തോന്നുന്നു ഞാൻ ചിന്തിക്കാറില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ടാകും. അയാളെ കാണുമ്പോൾ ഞാൻ പോയിട്ട് പിന്നെ പറയും സോറി, ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയത്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ നമ്മളെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതാണ് എന്നെ ഭയങ്കര വേദന. അത് ഞാൻ പ്രതിഷേധം ഞാൻ അറിയിക്കും. പിന്നെ കുറച്ച് ദിവസം ഞാൻ മിണ്ടില്ല, ഫോൺ പോലെ എടുക്കില്ല. ഭയങ്കര ഇമോഷണൽ. അതെന്താ എനിക്കറിയില്ല. ചുരുക്കത്തിൽ ദേഷ്യം വന്നാൽ നല്ലോണം ദേഷ്യപ്പെടുകയും ചെയ്യും. സങ്കടം വന്നാൽ സങ്കടം, ചിരിക്കാൻ തുടങ്ങിയാൽ ചിരി ജീവിതം എനിക്കത്. എന്നാലേ ഞാൻ കൂടുതൽ ചോദ്യം ചോദിച്ചു വെറുതെ ആവശ്യമില്ലാത്ത അടിയുമ്പോ ഞാൻ വാങ്ങിക്കുന്നില്ല. ഇതാണ് ശാലിനിന്റെ ഈ പ്രോഗ്രാം അടി ഉണ്ടാക്കാനുള്ള പ്രോഗ്രാമാ. ഇനി കുറച്ചേരം കൂടെ സംസാരിച്ചാൽ ചിലപ്പോ എനിക്ക് വല്ല അടിയും പൊട്ടും. നമുക്ക് ഇതിവിടെ നിർത്താം. ആയിക്കോട്ടെ. അപ്പൊ മറുപടിക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. ഞാൻ പടം കണ്ടിട്ട് അഭിപ്രായം പറയാട്ടോ. ഓക്കെ. ശാലിനി വിളിക്കണം എന്നെ. ഡ്രോബാക്കോ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് അറിയുന്നത് നല്ലതാണ്. അത് തിരുത്താനും ഈ സിനിമയെ തിരുത്താൻ പറ്റില്ല. ഒരു സിനിമ ആ സിനിമ പോയി, അടുത്ത സിനിമയിലേക്ക് ശ്രദ്ധിക്കാം. പോയ വണ്ടിക്ക് ഒരു കാര്യമില്ല. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ 4 മണിക്കൂർ? ഭയങ്കര ജോലിയായി, നല്ല രസമുള്ള ഒരു ചില ഇന്റർവ്യൂസിനും അല്ലെങ്കിൽ ചില ടോക്ക് ഷോനോ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ബോറടി. കാരണം വെച്ചാൽ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഗതികേട്. ഇതല്ല, ഇത് വേറൊരു രസം. ഇത് ഏതോ 2 ഫ്രണ്ട്സ് കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയത് കുറെ തമാശകൾ ചോദിച്ച പോലെ എനിക്ക് ഭയങ്കര, കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഒരു സുഖം, വളരെ കംഫർട്ട് ചെയ്യാൻ. കാരണം ശാലിനിയെ പൊക്കി പറയുന്നില്ല, കാര്യമായിട്ട് പറയാണ്. അങ്ങനെ നമ്മുടെ കംഫർട്ടായ നമ്മൾ ഭയങ്കര ഈസിയാണ്. പിന്നെ എത്ര മണിക്കൂറാണെങ്കിൽ നമ്മൾ ഇരിക്കാൻ തയ്യാറാവും. എനിക്ക് അറിഞ്ഞില്ല, ഈ സമയം പോയത് അറിഞ്ഞില്ല. സമയം പോയത് അറിഞ്ഞിട്ടില്ലേ? കൃത്യമായിട്ട് പറയാം, 4 മണിക്കൂറായി നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ദൈവമേ, നമുക്കിനി 2 പേർക്കും പോകാനുള്ള സമയം.